നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തി. ലക്ഷദ്വീപിലെ അഗത്തി ദ്വീപിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ അദ്ദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നു. അല്പസമയത്തിനകം അദ്ദേഹം തൃശൂർ കുട്ടനെല്ലൂർ ഹെലിപാഡിലേക്ക് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം സഞ്ചരിച്ച് എത്തും. തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക പരിപാടികൾ. മഹിളാ സംഗമമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി. മഹിളാ സംഗമം തൃശൂർ തേക്കിൻകാട് മൈതാനത്താണ് നടക്കുക. ഈ സമ്മേളനത്തിലേക്ക് മഹിളകൾക്ക് മാത്രമേ പ്രവേശനമുണ്ടാകൂ. പ്രശസ്തരായ ഒരുപാട് സ്ത്രീകൾ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഗായിക വൈക്കം വിജയലക്ഷ്മി, അതുപോലെ ക്രിക്കറ്റ് താരം മിന്നുമണി, മാധ്യമ വാർത്തകളിലൂടെ ശ്രദ്ധേയയായ മറയക്കുട്ടി അമ്മച്ചി, അതുപോലെ നടിയും നർത്തകിയുമായ ശോഭന തുടങ്ങി അനവധി പേരും, അതുപോലെ മഹിളാ BJP പ്രവർത്തകരും മഹിളാ മോർച്ച പ്രവർത്തകരും സാധാരണക്കാരായ സ്ത്രീകളും വീട്ടമ്മമാരും ഒക്കെ കടലായി ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് തേക്കിൻകാട് മൈതാനത്തേക്ക്. ഇന്ന് രാവിലെ മുതൽ തന്നെ സ്ത്രീകൾ ഈ ഒരു മഹിളാ സംഗമത്തിൽ പങ്കെടുക്കാനായി എത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ BJPയുടെ പ്രമുഖരായ പല വനിതാ നേതാക്കളും ഈ മഹിളാ സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 2 ലക്ഷത്തിലധികം വനിതകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ഉണ്ട്. സ്വരാജ് റൗണ്ട് മുതൽ നായ്ക്കനാൽ ജംഗ്ഷൻ വരെ ഏതാണ്ട് 1.5 കിലോമീറ്ററാണ് പ്രധാനമന്ത്രി പ്രവർത്തകരെയും സാധാരണക്കാരായ ജനങ്ങളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് റോഡിലൂടെ ഷോ നടത്തുക. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് തൃശൂർ നഗരപ്രദേശത്ത് കഴിഞ്ഞ ദിവസം മുതൽ ഒരുക്കിയിരിക്കുന്നത്. നഗരത്തിൻ്റെ മുക്കും മൂലയും കേന്ദ്ര സേനയുടെ നിയന്ത്രണത്തിലാണ്. തേക്കിൻകാട് മൈതാനത്ത് വൻപിച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനായി തൃശ്ശൂരിൻ്റെ തനതായ കലാരൂപങ്ങളായ പുലിക്കളി, തെയ്യം, അതുപോലെ ഉള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേക പരിപാടികൾ, പ്രത്യേക നൃത്തരൂപങ്ങളൊക്കെ തന്നെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി അരങ്ങേറും. ഇപ്പോൾ അദ്ദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയിരിക്കുകയാണ്. ഒരു 10 മിനിറ്റിനകം അദ്ദേഹം പ്രത്യേക ഹെലികോപ്റ്ററിൽ കുട്ടനെല്ലൂർ ഹെലിപാഡിലേക്ക് ചെന്നിറങ്ങും. അവിടെ നിന്ന് തൃശ്ശൂർ ജില്ലാ ആശുപത്രി ജംഗ്ഷൻ, സ്വരാജ് റൗണ്ട്, അതുവഴി അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ നായ്ക്കനാൽ ജംഗ്ഷൻ വരെ ഉണ്ടാകും. പ്രധാനമന്ത്രിയുടെ തൃശ്ശൂർ സന്ദർശനവുമായി ബന്ധപ്പെട്ട്, കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട മറ്റ് വാർത്തകളും അതിൻ്റെ വിശദാംശങ്ങളും അപ്ഡേറ്റുകളുമൊക്കെ വരും മണിക്കൂറുകൾക്കുള്ളിൽ മറുനാടൻ TV യിൽ പ്രേക്ഷകർക്ക് കാണാം.